സമസ്തയിലേക്ക് കടന്നുകൂടുകയും ആ സമസ്തയുടെ പേരിൽ മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് തിരുത്തിയാൽ രക്ഷപ്പെടാമെന്നേ സൂചിപ്പിക്കാറുള്ളൂ. അങ്ങനെ വന്ന ഒന്ന് തന്നെയാണ് നമ്മളെ കൊണ്ടോട്ട് നേർച്ചയും. സൂചിപ്പിച്ചുവല്ലോ, 2.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബോംബെയിൽ നിന്നാണ്, കല്യാണിൽ നിന്നാണ് മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഈ മനുഷ്യൻ കൊണ്ടോട്ടേക്ക് വന്നത്. നേരത്തെ നമ്മൾ കേട്ടല്ലോ, തങ്ങളല്ല ഒന്നുമല്ല. അത് മാറി മാറി ഒരുപാട് ഉസ്താദുമാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. 2 വിഭാഗം സമസ്തയും അത് സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം ഷിയ തന്നെയാണ്, അദ്ദേഹം വ്യാജ തരീഖത്താണ് എന്ന് എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. ഇത് കേൾപ്പിക്കേണ്ട കാര്യമില്ല. ആ കുണ്ടോട്ടി തങ്ങളെ പറ്റി അന്ന് ഇവിടെ വ്യാപകമായി പ്രചരിപ്പിച്ചു. മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർ കരാബില്ല. മുഹമ്മദ് ഷാ വലിയുള്ള, മുഹമ്മദ് ഷാ തങ്ങള് അള്ളാന്റെ വലിയാണ്, മൂപ്പന മുരീദായ പിന്നെ അരാബില്ല എന്നാണ് അന്ന് ഇവിടെ പ്രചരിപ്പിച്ചത്. അന്ന് അതിനെതിരായി നമ്മളും ഞങ്ങളടക്കമുള്ള പൊന്നാനി മഖ്ദൂം അടക്കമുള്ള ആളുകൾ അതിനെതിരെ രംഗത്തിറങ്ങി. അന്ന് എതിർത്ത ആളുകൾ പറഞ്ഞു, മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർ കരാബല്ല. മറ്റൊരു പറഞ്ഞു മുഹമ്മദ് ഷാ വലിയുള്ള, ഇവര് പറഞ്ഞല്ല മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർ കരാബെല്ലാം എന്ന് തിരിച്ചും പറഞ്ഞുകൊണ്ടാണ് അന്ന് മുഹമ്മദ് ഷാക്കെതിരെ ഇവിടെ ആ നിലക്കുള്ള ഉത്ബോധനങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് ഇവിടെ അവിടെ കേന്ദ്രമുണ്ടാവുകയും ആ തുരീഖത്ത് സ്ഥാപിതമാവുകയും അത് ആളുകൾ വരികയും ബൈഅത്ത് ചെയ്യുകയും അങ്ങനെ ഇന്നും അത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൊണ്ടോട്ടി നേർച്ച മാത്രമൊന്നുമല്ല, ദീന് മൊത്തം തകർക്കുക, അതാണ് ഇവർ ലക്ഷ്യമാക്കുന്നത്. അതല്ലാതെ ഒരു നേർച്ച നടത്താനുള്ള ഒരു ആഘോഷമല്ലേ, ആളുകൾക്ക് ആവേശമല്ലേ എന്ന് മാത്രമൊന്നുമല്ല. ദീനിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞ് അവിടെ ബദൽ സംവിധാനം സ്ഥാപിച്ചുകൊണ്ട് ഷിയായിസമാക്കി മാറ്റുക എന്ന ഹിഡൻ അജണ്ടയുടെ മറവിലാണ് 14 കൊല്ലമായി നിന്നുപോയ നേർച്ചയെ പുനഃസ്ഥാപിക്കാൻ ഷിയാക്കൾ ഔദ്യോഗികമായി രംഗത്തിറങ്ങിയത്. ഇവിടുത്തെ ഷിയ ട്രസ്റ്റിൽ രജിസ്റ്റർ ചെയ്ത ഷിയാക്കളുടെ കൂടെ ഔദ്യോഗികമായി പങ്കെടുക്കുന്ന ഷിയാക്കളെ ബാനർ പിടിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായ നേർച്ചയാണല്ലോ ഇപ്രാവശ്യം നടന്നത്. ആ നിലയ്ക്ക് ധൈര്യമുള്ളിടത്തേക്ക് അവർ വളർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയും ഇതും എന്ത് ബന്ധമുള്ളത്? കൊണ്ടോട്ടി നേർച്ച അത് പേരിട്ടതല്ലാതെ ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയും ഈ കാട്ടിക്കൂട്ടുന്ന ആചാരങ്ങൾ തമ്മിൽ വല്ല ബന്ധവും. നേർച്ച അതാണ് നേർച്ച. നിർബന്ധമായി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു പുണ്യകർമ്മത്തെ സ്വയം നിർബന്ധമാക്കുക, അയ്യാ നേർച്ച എന്നറിയാം. അള്ളാഹു തആല നിർബന്ധമാക്കിയിട്ടില്ല എന്ന് ഐച്ഛികമായി പഠിപ്പിച്ചു. അത്തരം ഒരു പുണ്യകർമ്മത്തെ സ്വയം നിർബന്ധമാക്കുക, അതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരാളിപ്പോ ഇന്ന് രാത്രി തഹജ്ജുദ് കഴിക്കാൻ നേർച്ചയാക്കി, അത് നേർച്ചയാണ്. തഹജ്ജുദ് കഴിക്കൽ നിർബന്ധമല്ല. ഒരാൾ നേർച്ചയാക്കുന്നു, അയാൾക്ക് നിർബന്ധമായി മാറി. തിങ്കളാഴ്ച നോമ്പെടുക്കാൻ നേർച്ചയാക്കി, അത് നിർബന്ധമല്ല, സുന്നത്താണ്. നേർച്ചയാക്കിയാലോ നിർബന്ധമായി മാറി. അതാണ് ഇൽത്തിസാമു ത്വാഅത്തിൻ ലം യതഅയ്യൻ, മുഅയ്യനായിട്ടില്ലാത്ത, നിർബന്ധമായി പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പുണ്യകർമ്മത്തെ സ്വയം നിർബന്ധമാക്കുന്നു, അതിനാണ് നേർച്ച എന്ന് പറയും. ആ നിർവചനവും നമ്മളെ കൊണ്ടോട്ടി കാട്ടിക്കൂട്ടിയ ഈ ഒരു ഏർപ്പാടും തമ്മിൽ വലിയ ബന്ധമുണ്ട്. സുന്നത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കാം, സുന്നത്ത് നോമ്പെടുക്കാൻ നേർച്ചയാക്കാം, ഖുർആൻ ഓതാൻ നേർച്ചയാക്കാം, ദീനിന്റെ സംരംഭങ്ങളെ സഹായിക്കാൻ നേർച്ചയാക്കാം, സാധുവിനെ സഹായിക്കാൻ നേർച്ചയാക്കാം, സ്വതക്ക ചെയ്യാൻ നേർച്ചയാക്കാം, പള്ളി ഉണ്ടാക്കാൻ നേർച്ചയാക്കാം. ഇങ്ങനെ നിർബന്ധമില്ലാത്ത പുണ്യകർമ്മങ്ങളെ സ്വയം നിർബന്ധമാക്കുക, അതിനാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ നേർച്ച എന്ന് പറയുന്നത്. ആ സ്ഥാനത്ത് പാട്ടും കൂത്തും ഡാൻസും ഗാനമേളയും സിനിമ വരെയുള്ള അതും നേർച്ചയും തമ്മിൽ എന്തു ബന്ധമുണ്ട്? അതിനെയാണ് നേർച്ച എന്ന ഓമന പേരിൽ കൊണ്ടുവരികയും ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് പോലും അത് വിജയിക്കുകയും മുസ്ലിമീങ്ങൾ ഒന്നാകെ അതിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തുവെങ്കിൽ സഹോദരങ്ങളെ, വലിയ അപകടത്തിലേക്ക് ഉമ്മത്തെത്തിയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ നേർച്ച. 14 കൊല്ലം മുമ്പ് നേർച്ച നിർത്തിവെച്ചത് ഇസ്ലാമിനെതിരായതുകൊണ്ടൊന്നല്ല, ഇസ്ലാമിനെതിരായിട്ട് നിർത്തിയതല്ല. അന്നത്തെ തങ്ങൾ മരിച്ചപ്പോ ഇനി ആരാണ് പിൻഗാമി തർക്കണ്ടായപ്പോ സാധാരണ രീതി
ഒന്നുകിൽ ആ കുടുംബത്തിലെ മുതിർന്ന ആരാണോ അയാളെ പിടിച്ചേൽപ്പിക്കാന്നാണ്. അപ്പൊ അങ്ങനെ കുടുംബത്തിലുള്ള ഒരാൾ നോക്കുമ്പോ അയാളെ പലർക്കും പറ്റിയ ആളല്ല. അയാൾ ആകാൻ റെഡിയാണ്, പക്ഷെ മൂപ്പര് ആക്കാൻ റെഡിയല്ല. ഒരു പറഞ്ഞു ഐക്കോളൊക്കെ വിനയം കാണിച്ചു, ഞാൻ ഐക്കോളെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞെങ്കിലും മൂപ്പരെ ഏൽപ്പിക്കാൻ പലർക്കും വിയോജിപ്പുണ്ടായി. അപ്പൊ രണ്ടാമത് രീതിയുണ്ട്, കുടുംബത്തിൽ അങ്ങനെ മുതിർന്ന ആൾ ഇല്ലെങ്കിൽ ഈ ഉള്ള തങ്ങളുടെ ശിഷ്യഗണങ്ങൾ തീരുമാനിക്കുന്ന ഒരാളെ ഏൽപ്പിക്കാതെ അപ്പൊ ഓല് കൂടിയിട്ട് വേറെ ആളെ കണ്ടെത്തി ഇയാളാക്കാം. അപ്പൊ മറ്റവർക്ക് സ്വീകാര്യമല്ല, അയാളെ പറ്റില്ല. അപ്പോഴേക്ക് മൂന്നാമത് ടീം ഇറങ്ങി, ഞങ്ങൾ രണ്ടൂട്ടരും വേണ്ട, ഞങ്ങൾ വേറെ ആളെ കണ്ടുപിടിച്ചോളാം. അങ്ങനെ മൂന്നാമത് ആൾ തങ്ങളായിട്ട് വന്നു. അപ്പൊ അയാളും പറ്റി. അങ്ങനെ ആരാ തങ്ങളെ തീരുമാനിക്കാത്തതുകൊണ്ടാണ് മുന്നോട്ട് നേർച്ച തൽക്കാൻ നിർത്തിയത്. കാരണം ഈ തങ്ങളാണ് പോയി സ്വീകരിക്കൽ, പെട്ടി വരവുകളെ സ്വീകരിക്കൽ തങ്ങളാണ്, നേർച്ചയെല്ലാം പ്രഖ്യാപിക്കേണ്ടത് തങ്ങളാണ്, കാർമ്മികത്വം വഹിക്കേണ്ടത് തങ്ങളാണ്. അപ്പൊ തങ്ങളാണ് തീരുമാനിച്ചിട്ടില്ല, ഒരു തൽക്കാലം നേർച്ച നിന്നു. അങ്ങനെയാണ് 14 കൊല്ലം മുന്നോട്ട് നേർച്ച നിർത്തിവെച്ചത്. അല്ല ദീനെതിരായതോ നിർത്തിയൊന്നല്ല. ഇപ്പൊ ഷിയാക്കൾ തീരുമാനിച്ചു തങ്ങൾ ആരായാലും വേണ്ടില്ല, ഇത് നടന്നേ പറ്റൂ. അങ്ങനെയാണ് ഒരാളെ പിടിച്ച് തങ്ങളാക്കിയിട്ട് തൽക്കാലം ചാർജ് കൊടുത്ത് ആ മറവിൽ രാഷ്ട്രീയക്കാരനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം നേർച്ച പുനഃസ്ഥാപിച്ചത്. എന്തിന്? മുസ്ലിമീങ്ങൾ തിരിച്ചു പോകാൻ പാടില്ല, ഇത് മറക്കാൻ പാടില്ല, ഈ ഷിയാസത്തിൽ രക്ഷപ്പെട്ടു പോകാൻ പാടില്ല, അവർ ഈ അന്ധവിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന ആ ബോധ്യത്തിലാണ് അവരത് കൊണ്ടുവന്നത്. എല്ലാവരും ചർച്ചയായി, പത്രങ്ങളിൽ, മാധ്യമങ്ങളിൽ, ചാനലുകളിൽ എല്ലാം ചർച്ചയായി. ഇതിന്റെ പഴയ ചരിത്രവും ഈ തങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും ഇപ്പൊ നടക്കുന്ന നേർച്ചയും എല്ലാം ചർച്ചയായി. അങ്ങനെ ഒരു ചാനലിൽ വന്ന ചർച്ച ഉണ്ട്, അതിന് പ്രസക്തമായ 3-4 ഭാഗം കേൾക്കാം. അപ്പൊ മനസ്സിലാകും ഇസ്ലാമിന്റെ നേർച്ചയും ഇതും യാതൊരു ബന്ധവുമില്ല. പറയട്ടെ, എല്ലാ ജാതിക്കാർക്കും സ്വീകാര്യമായ ചില ആചാരങ്ങൾ അവിടെ ചന്ദനക്കുടമുണ്ട്. ചന്ദനം അരച്ചിട്ട് ഭസ്മം കൊടുക്കുന്ന ഏർപ്പാട്, കേരളീയ പ്രസാദം കൊടുക്കുന്ന ഏർപ്പാട്, അത് കേരളീയ സംസ്കാരത്തിന്റെ ഒരു രീതിയാണ്. ഇത് ഇദ്ദേഹം ചെന്ന എല്ലാ പ്രദേശങ്ങളിലും ഇദ്ദേഹം സ്വീകരിച്ചു വന്ന ഒരു രീതിയാണ്. അത് അവിടെ തുടർന്നു വന്നു. ഹിന്ദു ക്ഷേത്രങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഇത് അദ്ദേഹം ശീലിക്കുന്നുണ്ടാവും. മാത്രമല്ല അത്തരം ക്ഷേത്രങ്ങളുടെയൊക്കെ മുമ്പിൽ ഷഹനായി വായിക്കാനും അവിടെ കച്ചേരി നടത്താനും ഗസൽ പാടാനും ഒക്കെ അതൊക്കെ ശീലിച്ചവരാണല്ലോ അവർ. ഈ സൂഫികളുടെ ഒരു പാരമ്പര്യം അതാണ്. അപ്പൊ കണ്ടോ, ചന്ദനം അരച്ച് ഭസ്മം ഉണ്ടാക്കി കൊടുക്കുക. ക്ഷേത്രങ്ങളിൽ കാണുന്ന ഹൈന്ദവ സംസ്കാരം, ആ സംസ്കാരം വരെ ഇവിടെ ഉണ്ട്. ഇതാണ് എന്തിന്? നേർച്ചക്ക്. എന്താ നേർച്ച? നിർബന്ധമില്ലാത്ത പുണ്യകർമ്മം സ്വയം നിർബന്ധാക്കുക. അതേതാ? ഭസ്മം തേച്ചു കൊടുക്കുക. ഇതിപ്പോ സുന്നത്തായ പുണ്യകർമ്മ കഴിഞ്ഞില്ല, അദ്ദേഹം തന്നെ വീണ്ടും പറയട്ടെ ബാക്കി. പിന്നെ നേർച്ചയുടെ തലേ ദിവസം, നാളെ നേർച്ച തുടങ്ങുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം സന്ധ്യക്ക് ഈ വെടി പൊട്ടും. അപ്പൊ നേർച്ചയുടെ ആരംഭമായി. പിന്നെ നേർച്ച എന്ന് പറയുന്നത് പ്രധാനമായും അദ്ദേഹത്തിന് അനുയായികളുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും 15, 20, 25 കിലോമീറ്റർ അപ്പുറത്ത് നിന്നൊക്കെ ആളുകൾ കാൽനടയായി കലാപരിപാടികളുമായി വാദ്യഘോഷങ്ങളുമായിട്ട് ഘോഷയാത്രയായിട്ട് വരും, കൊണ്ടോട്ടി. അപ്പോൾ കാഴ്ച ഒക്കെ ഉണ്ടാവും. തങ്ങൾ നേർച്ചയ്ക്ക് സമർപ്പിക്കാനുള്ള കാഴ്ച ആയിട്ടുള്ള പല പലഹാരങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത് കൊണ്ടുവന്ന് ഏൽപ്പിച്ച് എല്ലാ കലാപരിപാടികളും, ഈ വരുന്ന സംഗതികളുടെ കൂട്ടത്തിൽ കൊട്ടുവാദ്യങ്ങൾ, കുഴൽവിളികൾ, എല്ലാതരം വാദ്യങ്ങളും ഉണ്ടാവും. മാത്രമല്ല ഓരോ കൊല്ലവും പരിശീലനം നേടിയ പുതിയ പുതിയ ഇനങ്ങൾ അവിടെ വന്ന് അരങ്ങേറും. എവിടെ? തങ്ങൾ പാപ്പ. ഈ നേർച്ച വരുന്ന അത് ജാതി മതവും ഇല്ല കേട്ടോ. പലയിടത്തുനിന്നും ജാതികൾ തിരിഞ്ഞു വരും. ദളിതന്മാരുടെ വരും, കണക്കന്മാരുടെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ പല ജാതികളുടെയും നേർച്ച വരും. ഒരു നാട്ടിൽ നിന്ന് തന്നെ എല്ലാ ജാതിക്കാരുടെയും ഒരുമിച്ചുള്ള നേർച്ച വരും. ഒരു ദേശത്ത് നിന്ന് വരുന്ന കണക്കിലാണ് എഴുതുക. ഇപ്പോ പുല്ലാരിൽ നിന്ന് വരുന്നു, വള്ളംപുറത്ത് വരുന്നു, മലപ്പുറത്ത് നിന്ന് വരുന്നു, പെരിന്തൽമണ്ണ നിന്ന് വരുന്നു, അങ്ങനെ വരിക. അപ്പൊ വരുന്നവരെ സ്വീകരിക്കാൻ തങ്ങൾപ്പാപ്പ തന്നെ, ആദ്യകാലത്തൊക്കെ തങ്ങൾപ്പാപ്പ തന്നെ കുതിരയാണ് അദ്ദേഹത്തിന്റെ വാഹനം. കുതിരപ്പുറത്ത് എഴുന്നള്ളി ചെന്നിട്ട് നഗരത്തിന്റെ കവാടത്തിൽ ഇവരെ സ്വീകരിക്കും. അപ്പൊ ഇതാണ് നേർച്ച. കണ്ടങ്ങള് ജാതിമത ഭേദമന്യേ എല്ലാവരും വരെ എല്ലാത്തരം ആചാരവും എല്ലാത്തരം ഉത്സവവും എല്ലാം സ്വീകരിക്കുക. അതാണ് ഷിയാക്കള്. ഇസ്ലാം മാത്രം ചെയ്യുന്നതൊന്നും വേണ്ടതാണ്, എല്ലാം വരട്ടെ. ഏത് മതക്കാർക്കും സ്വീകരിക്കാനും ജീവിക്കാനും ആചരിക്കാനും ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ ഇത് പറ്റുമോ? പറ്റും. അവിടെയാണ് വിഷയം. ഇസ്ലാമിന്റെ പേരിൽ പറ്റില്ല. നേർച്ച പേരിട്ടുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് തങ്ങപ്പാപ്പാന്റെ പേര് പറഞ്ഞിട്ടൊക്കെ നബിതങ്ങളുടെ പേരിൽ, വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ ഇത് പ്രചരിപ്പിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞില്ല, കുറച്ചുകൂടി കേൾക്കാം നമുക്ക് അവിടെ ബാക്കി. അപ്പൊ അക്കൊല്ലം കോൽക്കളി പഠിച്ചവർക്ക്, അക്കൊല്ലം പുതിയ ബാൻഡ് വാദ്യം പഠിച്ചവർക്ക്, അക്കൊല്ലം കളരിപ്പയറ്റ് പഠിച്ചവർ,
അക്കൊല്ലം ഈ അറവനമുട്ട് പഠിച്ചവര്, അങ്ങനെ അതുപോലെ പലതരം നാട്ടുകളികളുണ്ട്. ഈ സാറിന് അറിയുന്ന നമുക്ക് മലബാറിൽ മാത്രമുള്ള കളികളും പല സ്ഥലത്തില് ഈ പകിടകളി, പലതരം കളികളുണ്ട്. ഇതൊക്കെ അവിടെ അരങ്ങേറും. നേരം പുലരുവോളം, ഈ 5 ദിവസം നേരം പുലരുവോളം കലാപരിപാടികൾ കാണാൻ പറ്റും. അവിടെ എല്ലാം ഉണ്ട്. ബാൻഡ് വാദ്യങ്ങളും അറവനമുട്ടും മുതൽ പകിടകളി അടക്കം എല്ലാം ആ 5 ദിവസം രാത്രി ഒന്നാകെ എന്താ സംഗതി? നേർച്ച, അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഏർപ്പാട്, റബ്ബിലേക്ക് കുടുംബത്തെ കിട്ടാനുള്ള ഏർപ്പാടായിട്ടാണ് നേർച്ച ഇസ്ലാം പരിചയപ്പെടുത്തത്. ആ പേരിലാണ് ഇത് അരങ്ങേറുന്നത്. കഴിഞ്ഞില്ല, സിനിമ വരെ അവിടെ നടക്കുന്ന പറയട്ടെ ബാക്കി. മരണക്കിണർ കണ്ടില്ലേ? പാടത്ത് കെട്ടിയുണ്ടാക്കിയ, ഞങ്ങളുടെ നാട്ടിലെ വൈക്കത്തഷ്ടമിക്ക് ഇതൊക്കെ വരും. നേരെ എല്ലാം ഉണ്ടാവും, വാനമയിലോട്ടൊക്കെ എല്ലാ സാധനങ്ങളും. അങ്ങനെ നേരം പുലരാതെ, നേരം പുലരുന്നതും അറിയാതെ. പിന്നെ സിനിമ പിന്നെ പിൽക്കാലത്ത് സിനിമാ തിയേറ്റർ വന്നു തുടങ്ങിയപ്പോ 25 ഷോക്ക് ഒരു ദിവസം നടക്കും. മീൻസ് ആ രീതിയിൽ രാവും പകലും തുടർച്ചയായിട്ട് സിനിമ. നമ്മളൊക്കെ പുതിയ നമുക്ക് സിനിമക്ക് പോകാൻ പാടില്ല എന്ന് വീട്ടുകാർ പറയുമ്പോഴും കൊണ്ടോട്ടി നേർച്ചക്ക് പോകാലോ, നേർച്ചക്ക് പോയാൽ പിന്നെ കുത്തിയിരുന്ന് സിനിമ കാണും. അങ്ങനെയൊക്കെയാണ് എല്ലാ കലാപരിപാടികളും നടക്കും. അതെല്ലാം നടക്കും. 5 ദിവസം കൊണ്ട് 25 ഷോ വരെ നടക്കും. 24 അവർ തന്നെ. സഹോദരങ്ങളെ, ഏത് ഇസ്ലാമാണ്? ഇതാണോ ഇസ്ലാം? ഇതാണോ നേർച്ച? ഇവിടെ ഫെസ്റ്റിവൽ ഇട്ടോളി, ഒരു പൂജ എന്ന് വെച്ചോളി, മറ്റൊരു പേരിട്ടോളി. പക്ഷേ നേർച്ച എന്ന പേരും പറഞ്ഞ് ഇസ്ലാമിലെ ഒരു ഇബാദത്തിനെ, അതിനുപയോഗിച്ച പദത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മതത്തിന്റെ മറവിൽ കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ ചില ഹിഡൻ അജണ്ടകളാണ്. ഇത് കേവലം ഒരു ഉത്സവം മാത്രമല്ല, ഒരു ദേശത്തിന്റെ, ഒരു നാടിന്റെ ഒരു ആഘോഷം മാത്രമല്ല. അത് മാത്രമാണെങ്കിൽ നമ്മളാരും ഈ രൂപത്തിൽ നിൽക്കാൻ വരില്ല. അതേസമയം മതത്തിന്റെ മറവിലാണ് ഇത് കൊണ്ടുവന്നത്. അങ്ങനെ 14 കൊല്ലം നിന്നു. ഏതായാലും അവസാനം ഒരു പകരം തങ്ങളെ കിട്ടി. ഇപ്രാവശ്യം തങ്ങളെ ഒപ്പിച്ച്, ഒരു കുതിരനെ ഒപ്പിച്ച്, അങ്ങനെ തങ്ങളെ കുതിരപ്പുറത്തും കയറ്റി എഴുന്നള്ളിച്ച് രണ്ടാമത് കൊണ്ടുവന്നു. തങ്ങളെ കുതിരപ്പുറത്ത് കയറിയതേ ഓർമ്മയുള്ളൂ, കുതിരക്കറിഞ്ഞു തങ്ങളാന്നുള്ളത്. ആ മുപ്പത് കുതിരപ്പുറത്ത് പോണത് കാണാൻ നമുക്ക്. അപ്പൊ കണ്ടോ, കുതിരപ്പുറത്ത് കയറി മുട്ടും മുടിയോടുകൂടി തങ്ങളെ എഴുന്നള്ളിച്ചു കൊണ്ടുപോവുകയാണ്. കുറച്ച് പോയപ്പോ കുതിരക്ക് മനസ്സിലായി ഇത് അള്ളാഹ്ക്കെതിരാണ്. കുതിര ഇളകി പ്രാവശ്യം. അതും കൂടി കാണാൻ പറ്റും. തങ്ങളെയും കൊണ്ട് കുതിര വിറകിട്ട് അവസാനം തങ്ങൾ വീണെന്നും വീഴിഞ്ഞാന്നൊക്കെ 2 കൗലുണ്ട്. ഏതായാലും തങ്ങൾ പിന്നെ മേലെ കണ്ടിട്ടില്ല. പിന്നെ കുതിരപ്പുറത്ത് മുപ്പില് ഉണ്ടായിട്ടില്ല. കണ്ടങ്ങൾ തങ്ങളാണ്. ഏതായാലും ഇനി കുതിരപ്പുറത്ത് പോയി കയറൂല. സാധാരണ ആന വരണ്ട് കേൾക്കലുണ്ട്, കുതിര വല്ല ആദ്യമായിട്ടാണ്. കാരണം കുതിരക്ക് അടക്കാൻ സഹി കിട്ടും. അല്ലാം നന്ദിയുടെ പര്യായമായി പറഞ്ഞ ജീവിയാണ് കുതിര. ഇന്നൽ ഇൻസാനി റബ്ബിഹി ലകനൂദ്, കുതിരയാണ് സത്യം, മനുഷ്യൻ റബ്ബിനോട് നന്ദി കെട്ടവനാണ് എന്ന് അല്ലാഹ് പറഞ്ഞു. അപ്പൊ സഹോദരങ്ങളെ, ഇതൊക്കെ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് നേർച്ച എന്ന പേരും പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇതൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ യഥാർത്ഥത്തിൽ നമ്മളെ പഴപ്പിക്കാൻ സുന്നി മുജാഹിദ് ഭേദമന്യേ ഇവിടുത്തെ മൊത്തം മുസ്ലിമീങ്ങളെ ഷിയാവൽക്കരിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ കാലങ്ങളായി നടക്കുന്നു. ഇപ്പോൾ അതിന് ഒരു ഔപചാരികമായ ഔദ്യോഗികമായ പരിവേഷം വന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും അങ്ങേറ്റം ജാഗ്രതയോടെ കാണേണ്ട, കേൾക്കേണ്ട കാര്യമാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മതസംഘടനകളിലും കയറിപ്പറ്റാനുള്ള പരിശ്രമങ്ങളുണ്ട്. എല്ലാ മതസംഘടനയിലും കയറിപ്പറ്റാനുള്ള ശ്രമങ്ങൾ വ്യത്യസ്ത രീതിയിൽ, ഒന്നുകിൽ ഉദ്യോഗസ്ഥന്മാരായിട്ട്, പത്രപ്രവർത്തകന്മാരായിട്ട്, അല്ലെങ്കിൽ നേതാക്കന്മാരായിട്ട്, ഏതെങ്കിലും അർത്ഥത്തിന് എല്ലാ മതസംഘടനക്കുള്ളിലും കയറി കൂടിയിട്ട് അവിടെയെല്ലാം ഷിയായിസം പ്രചരിപ്പിക്കുക. അതിൽ ചില പ്രത്യേകമായ ആളുകളെ ട്രെയിനിങ് കൊടുത്ത് അവരെ വേഷം മാറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അവരിന്ന് ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും കയറി കഴിഞ്ഞു, ദൗത്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പൊ കുണ്ടോട്ടി നേർച്ചയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയാല സി ഹംസയാണ്. ഈ ഷിയാ നേർച്ചയിൽ മുഖ്യ പ്രഭാഷണം സി ഹംസയായിരുന്നു. ആ സി ഹംസയെ പറ്റി
നിങ്ങൾ വെറുതെ യൂട്യൂബ് സെർച്ച് ചെയ്താൽ മതി. അയാളെ പ്രസംഗങ്ങൾ സെർച്ച് ചെയ്താൽ ആദ്യം വരുന്ന പ്രസംഗം ചെമ്മാട് ദാറുൽ ഹുദയിലാണ്. അയാളെ ഫസ്റ്റ് പ്രസംഗം യൂട്യൂബിൽ വരിക ചെമ്മാട് ദാറുൽ ഹുദയിൽ അയാൾ ദീനു പഠിപ്പിക്കുന്ന ക്ലാസ് ആണ് വരിക. അതേപോലെ നന്ദി ദാറുസ്സലാമിന് ക്ലാസ് നടന്നിട്ടുണ്ട്. കരുവാരെ കൊണ്ട് ദാറുൽ നജാത്തിന് ക്ലാസ് നടന്നിട്ടുണ്ട്. APK ഒട്ടുമിക്ക സ്ഥാപനത്തിലും അയാളെ പ്രസംഗം നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുവിധം സംഘടനയിലൊക്കെ വ്യത്യസ്തമായ വേഷം കെട്ടി വന്ന് ക്ലാസ് എടുക്കുന്നിടത്തേക്ക് എങ്ങനെയാണ് ഈ ഷിയ ആശയക്കാർ അയാളെത്തിയത്? സുന്നി അഫ്കാറിൽ സ്ഥിരമായി ഇയാളെ ലേഖനമുണ്ട്. സുന്നി അഫ്കാർ ഇന്റർവ്യൂ കൊടുത്തു. ഇയാൾ പണ്ട് ഷിയായിരുന്നു, തൗബ ചെയ്ത് മടങ്ങിയില്ല, പിന്നെ ന്യായം പറഞ്ഞു. ഇയാൾ ആദ്യം ഷിയായിരുന്നു, പക്ഷേ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്റർവ്യൂ സംഘടിപ്പിച്ച് ഞാനതൊക്കെ വിട്ടു, അതിലൊക്കെ മാറി എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ ചെന്നത്. ഷിയാക്കളുടെ അടിസ്ഥാന വിശ്വാസമാണ് തഖിയ്യത്ത്, മറച്ചുവെക്കുക. തനിനിറം മറച്ചു വെച്ചിട്ട് പുറത്തേക്ക് മറ്റു രൂപം കാണിക്കല് അവർക്ക് ഇബാദത്താണ്, പുണ്യകർമ്മമാണ്. അത് ഔദ്യോഗികമായി സ്വീകരിക്കുന്ന ആശയമാണ്. അങ്ങനെ ഞാൻ ഷിയായിസം വിട്ടു, ഞാൻ പശ്ചാത്തപിച്ചു, ഞാൻ സമസ്തന്റെ ആളായി എന്ന് പ്രഖ്യാപിച്ചു വരികയും സുന്നി അഫ്കാർ തലപ്പത്തെത്തുകയും ആ സുന്നി അഫ്കാറിൽ നിരന്തരമായി ലേഖനം എഴുതുകയും ചെയ്യുന്ന രീതിക്കെത്തി. നന്ദി ദാറുസ്സലാം കോളേജിൽ സന്നദ്ധാന സമ്മേളനം നടന്നപ്പോൾ അവിടെ ഈ സി ഹംസയുടെ പ്രസംഗമുണ്ടായി. നന്ദി ദാറുസ്സലാമിൽ നിന്ന് സന്നദ്ധാന സമ്മേളനത്തിന്റെ ഭാഗമായി സുവനീർ ഇറങ്ങിയപ്പോൾ ആ സുവനീറിൽ ഇയാളുടെ ലേഖനം വന്നു. മാറി 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 എല്ലാ സുന്നി സംഘടനകളെയും സ്ഥാപനങ്ങളിൽ പ്രോഗ്രാമുകളിൽ വിഷയം അവതരിപ്പിക്കുന്ന സ്ഥിരം പ്രഭാഷകനായി സി ഹംസ മാറി. ഇപ്പോഴാ കുണ്ടോട്ടി ഈ ഷിയ നേർച്ചയിൽ അയാൾ തന്നെയാണ് പ്രസംഗിക്കാൻ വന്നത്. ഇയാൾ സമസ്തക്കാരനാണെങ്കിൽ എങ്ങനെ അയാൾ അവിടെ എത്തി? അയാൾ ഷിയാണെങ്കിൽ എങ്ങനെ അയാൾ അപ്പുറത്തെത്തി? രണ്ടാളും ഉത്തരം കിട്ടണ്ടേ? രണ്ടാലും ഉത്തരം വേണ്ടേ? സഹോദരങ്ങളെ, വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ത്വരീഖത്തിന്റെ പേരിൽ ഇവിടെ പ്രചരിപ്പിക്കുന്നത് മുഴുവനും ഈ ആളുകളുടെ പിറകിൽ നിന്നുള്ള കളികൾ മാത്രമാണ്. ആ ത്വരീഖത്തിലൂടെയാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ ത്വരീഖത്തുകാർ പഠിപ്പിച്ച വിശ്വാസമാണ് ഇവിടെ സമസ്ത ഔദ്യോഗിക വിശ്വാസമായി ഇസ്തിഗാസ വിഷയത്തിന്, തവസ്സുൽ വിഷയത്തിന്, തവറുക്ക് വിഷയത്തിന്, മഹാന്മാരുടെ വിഷയത്തിന് എല്ലാം അവർ പ്രചരിപ്പിക്കുന്ന അടിസ്ഥാന വിശ്വാസം യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ വിശ്വാസമാണ്. ഇപ്പം സമസ്തയും സലഫികളും തമ്മിലുള്ള അടിസ്ഥാന അഭിപ്രായം എന്താ? അല്ലാഹുവല്ലാത്തോട് തേടിയാൽ എപ്പോഴാണ് ശിർക്കാവുക, എപ്പോഴാണ് ദുആ ആവുക? ഇതല്ലേ അടിസ്ഥാന തർക്കം. മഹാന്മാരോട്, അമ്പിയാക്കളോട്, ഔലിയാക്കളോട് അല്ലാത്തവരോടൊക്കെ തേടിയാൽ ആ തേട്ടം എപ്പോഴാണ് പ്രാർത്ഥനയാവുക, എപ്പോഴാണ് ശിർക്കാവുക? എന്താ സമസ്തന്റെ വാദം? സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ ആ തേട്ടം പ്രാർത്ഥനയാവുകയുള്ളൂ തന്നെ. സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലാണ് ആ തേട്ടം പ്രാർത്ഥനയാവുക. മുജാഹിദ് പ്രസ്ഥാനം പ്രമാണം അടിസ്ഥാനമാക്കി പഠിപ്പിച്ചതോ മനുഷ്യ കഴിവിന്റെ അതീതമായി അല്ലെങ്കിൽ സൃഷ്ടി കഴിവിന്റെ അതീതമായി ഉള്ള തേട്ടങ്ങൾ, അഭൗതിക മാർഗത്തെ തേട്ടങ്ങൾ, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ തേട്ടങ്ങൾ, അദൃശ്യ മാർഗത്തെ തേട്ടങ്ങൾ, അതിനാണ് ഇബാദത്ത് എന്ന് പറയാറ്. ഏത് സൃഷ്ടിക്കും അല്ലാഹു നിശ്ചയിച്ച ഒരു വ്യവസ്ഥയുണ്ട്, ഒരു സിസ്റ്റമുണ്ട്, ഒരു കാര്യകാല ബന്ധമുണ്ട്. ആ സിസ്റ്റങ്ങൾക്ക് അതീതമായി സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് ചെയ്യൽ വന്നു. ആ അർത്ഥത്തിൽ തേടിയാൽ ആ തേട്ടം പ്രാർത്ഥനയായി, ആ അർത്ഥത്തിൽ പേടിച്ചാൽ ആ ഭയം ഇബാദത്തായി, ആ അർത്ഥത്തിൽ പ്രതീക്ഷ വെച്ചാൽ ആ പ്രതീക്ഷ ഇബാദത്തായി. അതെല്ലാം പടച്ചറബിലൂടെ ആകാവൂ. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത്. അത് മുജാഹിദുകളുടെ പുതിയ തൗഹീദായി പരിചയപ്പെടുത്തുകയും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ പോലും തെറ്റായി ഉപയോഗിച്ചുകൊണ്ട് മുജാഹിദുകളുടെ ആശയം ശരിയല്ല എന്ന് പഠിപ്പിക്കാനാണ് മുസ്ലിയാക്കന്മാർ രംഗത്തിറങ്ങിയത്. പകരം അവർ പഠിപ്പിച്ചെന്താ? സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്ക് വരികയുള്ളൂ, അല്ലെങ്കിൽ ശിർക്ക് വരിക ഇല്ല എന്നാണ് അവർ പ്രചരിപ്പിച്ചത്. അത് എവിടെ കിട്ടിയതറിയോ? അത് ഷിയാക്കൾ പ്രചരിപ്പിച്ചതാണ്. ഷിയാക്കളുടെ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന അവരുടെ ഖുമൈനി, ആ ഖുമൈനിയുടെ ഗ്രന്ഥം, അതിന് അയാൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം എപ്പോഴാണ് ശിർക്കാവുക എന്നുള്ളത്. അതിനവിടെ പറയാ, ശിർക്ക് എന്ന് പറയണമെങ്കിൽ അന്ന ശിർക ഹുവ തലബു ശൈഇൻ മിൻ അഹദിൻ ഗൈരില്ലാഹി ബിഇതിബാരി അന്നഹു റബ്ബുൻ.
ശിർക്ക് എന്ന് പറഞ്ഞാൽ ത്വലബു ശൈഇ, ഒരു കാര്യം, ത്വലബു ശൈഇൻ, ഒരു കാര്യം തേടലാണ്, മിൻ അഹദിൻ ഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് ഒരു കാര്യം തേടുക, ബിഇതിബാരി അന്നഹു റബ്ബുൻ, അത് റബ്ബാണ് എന്ന പരിഗണനയിൽ, റബ്ബാണ് എന്ന വിശ്വാസത്തിൽ ആ പരിഗണനയിൽ തേടുമ്പോഴാണ് ശിർക്കാവുക. അതല്ലാത്തത് വമാ അദാ ദാലിക ഫലൈസ ശിർക്കാ, വമാ അദാ ദാലിക, അതല്ലാത്ത ഒന്നും തന്നെ ഫലൈസ ശിർക്കാ, അത് ശിർക്കല്ല. റബ്ബാണ് വിശ്വാസമില്ലേ എന്നാ ശിർക്കല്ല. കഴിഞ്ഞില്ല. ലാ ഫർഖ ഫീ ദാലിക, അതിൽ വ്യത്യാസമില്ല. ബൈനൽ ഹയ്യി വൽ മയ്യിതി, ജീവിച്ചിരിക്കുന്നവരെയെന്നോ മരിച്ചവരെയെന്നോ വ്യത്യാസമില്ല. ഈ വിശ്വാസമില്ലേ ശിർക്കാവുകയില്ല. ഹത്താ അന്ന തലബൽ ഹാജതി മിൽ ഹജരി വൽ മദരി ലൈസ ശിർക, ഒരു കല്ലിനോടോ അതല്ലെങ്കിൽ അത്തരം മറ്റു വസ്തുക്കളോടോ തേടിയാൽ പോലും അതുപോലും ശിർക്കല്ല, റബ്ബാണ് എന്ന വിശ്വാസമില്ലെങ്കിൽ. ഇത് ഷിയാക്കൾ ഇമാം ഖുമൈനി എന്ന് പറയുന്ന അവിടെ ആത്മീയ നേതാവായി പരിചയപ്പെടുത്തുന്ന ആ ഖുമൈനി, അയാളുടെ കശ്ഫുൽ അസ്റാർ എന്ന കിതാബിൽ അയാൾ ഔദ്യോഗികമായി എഴുതിയ വിശ്വാസമാണ്. ഈ വിശ്വാസമല്ലേ നമ്മുടെ ഉസ്താദന്മാരും ഇവിടെ പറയുന്നത്? ഇലാഹാന്ന് വിശ്വാസമില്ലെങ്കിൽ, റബ്ബാന്ന് വിശ്വാസമില്ലെങ്കിൽ, ഖാലിഖാന്ന് വിശ്വാസമില്ലെങ്കിൽ, സ്വയം കഴിവുണ്ട് വിശ്വാസമില്ലെങ്കിൽ ശിർക്കാവുകയില്ല എന്നല്ലേ ഇവിടെ ഉസ്താദന്മാർ പ്രസംഗിക്കുന്നത്? മംഗലാപുരത്ത് വെച്ച് സംവാദം നടന്നപ്പോൾ അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചോദിച്ചു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് തേടിയാൽ ശിർക്കാകുമോ? അവിടെയും ദാരിമി പറഞ്ഞു, ഇല്ല, ശിർക്കാവുകയില്ല. ഖാലിഖാന്ന് വിശ്വാസം വേണം, എന്നാലേ ശിർക്കാവുകയുള്ളൂ. ഇത് സമസ്തന്റെ വിശ്വാസമാണ്. ഇവിടെ ഈ വിശ്വാസം സമസ്തക്ക് എവിടുന്ന് കിട്ടി? ഖുർആനിൽ നിന്നല്ല, ഹദീസിൽ നിന്നല്ല, ഇമാമിയങ്ങളിൽ നിന്നല്ല, അഹ്ലുസുന്നയുടെ പാരമ്പര്യമായി കിട്ടിയതല്ല. നേരെ മറിച്ച് അത് ഷിയാക്കൾ കൊണ്ടുവന്ന ആശയമാണ്. അതേ ആശയമാണ് ഇവിടെ ഉസ്താദന്മാരെ പ്രസംഗിച്ചത്. ഒരു ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ ബെന്നിയൂർ ഫൈസി പറയട്ടെ. ഉമ്മമാരെ, എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, കുത്തുബസ്സമാനെ എവിടെ വെച്ചും വിളിച്ചോ, മഹാനവകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. കുത്തുബസ്സമാന് റബ്ബിനോട് വല്ലതും പറഞ്ഞാൽ അത് അല്ലാഹു തട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാര്, മഹത്തുക്കള്, ഔലിയാക്കന്മാർ ഇത്തരം ബന്ധം സ്ഥാപിക്കാനുണ്ടായ കാരണമെങ്കിൽ ആ പഴയകാല സംസ്കാരത്തിലേക്ക് തിരിച്ചു പോവുക. അല്ലാഹു അപ്പൊ കണ്ടോ, കുത്തുബുസ്സമാന്റെ കഴിവ് കൊടുത്തിട്ടുണ്ട്. എവിടുന്ന് വിളിച്ചാലും വിളി കേൾക്കാൻ, ഉത്തരം ചെയ്യാനുള്ള കഴിവ് കുത്തുബുസ്സമാൻ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഈ കഴിവ് കൊടുത്തു എന്ന വിശ്വാസം തന്നെ ഷിയാക്കളുടെ വിശ്വാസമാണ്. നബി ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, താബിഈക്ക് പരിചയമില്ല, അഹ്ലുസുന്നയുടെ ഇമാമിമാരും പഠിപ്പിച്ചിട്ടില്ല. ഷിയാക്കളാണ് ആദ്യമായി പഠിപ്പിച്ചത്. അല്ലാഹ് കൊടുത്ത കഴിവാണ് വിശ്വസിച്ചാൽ മതി, റബ്ബാണ് വിശ്വസിച്ചാൽ ശിർക്കാകും, ഖാലിഖാണ് വിശ്വസിച്ചാൽ ശിർക്കാകും, ഇലാഹാണ് വിശ്വസിച്ചാൽ ശിർക്കാകും, സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്കാകും. അല്ലാഹ് കൊടുത്തു വിശ്വസിച്ചാലോ പിന്നെ പ്രശ്നമില്ല. അങ്ങനെ കൊടുത്ത കഴിവ് പിടുത്തം വിട്ടിട്ടാണ് പിന്നെ ആരൊക്കെ പറഞ്ഞ് എവിടെ വിളിച്ചാലും കേൾക്കുന്നായിരുന്നു. പിന്നെ അവിടുന്നൊക്കെ പോയി ഇപ്പൊ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവരെ അവരാണ് എന്നിടത്തേക്ക് എത്തിയത് ഈ വിശ്വാസത്തിലൂടെ പോയിട്ടാണ്. ഇന്നിപ്പോ ലോകം നിയന്ത്രിക്കുന്ന ആര് ചോദിച്ചാല് ആദ്യത്തെ ഉത്തരം എന്താ സമസ്തക്കാരെ പറയാ? CM മടവൂരി. മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്ന ആര് എന്ന ചോദ്യത്തിന് സമസ്തക്കാരുടെ മറുപടി CM മടവൂരി എന്നല്ലേ. പടച്ച റബ്ബ് എന്ന പേര് പോലും പറയാത്തിടത്തേക്ക് ഈ ഉമ്മത്തിനെ എത്തിക്കാൻ ഷിയാക്കൾക്ക് സാധിച്ചു. ഇപ്പൊ പറയാ ഷിയാ സ്വാധീനം പടക്കുണ്ട്, അവിടെ കാണില്ല. ഇത് ഒന്നാകെ ചതറി കയറി കഴിഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം പറഞ്ഞു CM നെ കുറിച്ച്? കുതുബാണ്, മുദബ്ബിറാണ്, എല്ലാം നിയന്ത്രിക്കുന്നവരാണ് എന്ന് തുടങ്ങി എന്തെല്ലാം എല്ലാം ലഭിക്കുന്നത് മടവൂരിൽ നിന്നാണ് എന്നല്ലേ പറഞ്ഞത്. എല്ലാം മടവൂരിൽ നിന്നാണത്രേ. കേൾക്കാൻ നമുക്ക് ആ ഭാഗമുണ്ട്. ഭാവികളായ ആഖിറുസ്സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, എല്ലാ മടവൂരിൽ നിന്നാണ് എല്ലാ നിഅമത്തും എല്ലാ ഖൈറും എല്ലാം ലഭിക്കുന്നത് മടവൂരിൽ നിന്നാണ് എന്നിടത്തേക്ക് ഉസ്താദുമാരെത്തി. നാട് നീള പ്രസംഗങ്ങൾ വന്നു, വ്യാപകമായി ഇത് പ്രചരിപ്പിക്കപ്പെട്ടു.
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ മുദബ്ബിൽ ആലം അല്ലാഹു മാത്രം എന്ന ടൈറ്റിലിൽ പ്രഭാഷണങ്ങളും ഖണ്ഡനങ്ങളും മുഖാമുഖങ്ങളും വരെ സംഘടിപ്പിച്ചു. അൽഹംദുലില്ലാഹ് ഇപ്പൊ അവസാനം ചില ഉസ്താദുമാരൊക്കെ തിരിച്ചറിഞ്ഞു, ഇവ പേരോട് ഉസ്താദ് പറയാ അങ്ങനെ കൊടുക്കാനുള്ള കഴിവൊന്നുമില്ല. അങ്ങനെ നബിയോട് തേടിയാലും ആരോട് തേടിയാലും അവരെ സഹായിക്കൂല, അങ്ങനെ കഴിവില്ല, നേരെ മറിച്ച് അവര് മുഖേന അള്ളാഹു സഹായിക്കുന്നതാണ് എന്നാക്കി മാറ്റി ഇപ്പൊ പേരോട് മുസ്ലിയാർ. ഇപ്പൊ സമസ്തയിൽ അതാടി, ഇപ്പൊ സമസ്തക്കുള്ള അടിയതാണ്. ഇത്രയും കാലം സമസ്ത ഔദ്യോഗികമായി ഏത് സമസ്തയും പ്രചരിപ്പിച്ചെന്താ അല്ല കണക്കില്ലാതെ കൊടുക്കുന്ന എന്ന ആയത്ത് വരെ സ്വന്തമായി അർത്ഥം വെച്ചുകൊണ്ട് അല്ലാഹുത്തആല ആർക്ക് എന്ത് കഴിവും കൊടുക്കും. അപ്പൊ ലോകമൊത്തം നിയന്ത്രിക്കാനുള്ള കഴിവ് അല്ല കൊടുത്തു വിശ്വസിച്ചാൽ മതി എന്നാ അവർ പറഞ്ഞത്. പടച്ചറബിന്റെ കുദറത്ത് അതൊരു പടപ്പിന് കൊടുക്കൂല.